യുദ്ധം ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലായിക്കോ. മോനെ അടങ്ങ്. നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങള് കൊത്തിക്കീറി വലിച്ചു നടക്കുകയായിരുന്നു. അന്നൊന്നും നമ്മളൊക്കെ നടന്നു പോയിട്ടില്ല കേട്ടാ. ഓ, ധിക്കാരം പഴയതുപോലെ തന്നെ ഒരു കുറവുമില്ല. ചുമ്മാ വല്ല ഗതി പിടിക്കാത്തത്. അതിനെല്ലാം നേരിട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നെയോ ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ട് ഇതാ ഇപ്പൊ CPM തകരാൻ പോകുന്നേന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ രോഹിച്ച് നിൽക്കണ്ട കേട്ടാ. മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യും, കയ്യോടെ തന്നുവിടാം. ആയിക്കോട്ടെ, സന്തോഷം. സാർ, അങ്ങയുടെ റോളിങ്ങിനെ കൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് സാർ സംസാരിക്കുന്നത്. അടുത്തത് ആ തരത്തിൽ ശ്രമിക്കാം. എന്റെ നമ്പറായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഒരു ദശകത്തോളം നീണ്ട അമിതാധികാര പ്രയോഗങ്ങളുടെയും അസഹിഷ്ണുതയുടെയും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ആക്രമണങ്ങളുടെയും അഴിമതിയുടെയും ജനവിരുദ്ധതയുടെയും വർഗീയ അവസരവാദത്തിന്റെയും എല്ലാം വഞ്ചക ഭരണവാഴ്ചയെ ചരിത്രത്തിന്റെ ചവറ്റുകുറ്റയിലേക്ക് തൂത്തെറിഞ്ഞ് വീറോടെ ജനവിധി എഴുതിയ കേരളത്തിലെ മുഴുവൻ ജനതയെയും അഭിനന്ദിക്കുകയാണ് സാർ. ഒരു പാർട്ടിയും ഒരു ഭരണകൂടവും എന്തായിക്കൂടാ എന്നതിന്റെ സർവ്വലക്ഷണമൊത്ത ഉദാഹരണമായി CPM എന്ന പാർട്ടിയും അതിനെ നയിച്ച ഭരണവും സകല ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും ഭരണകർത്താക്കൾക്കുമുള്ള ആടവും സന്ദേശവുമായി മുന്നിൽ നിൽക്കുകയാണ് സാർ. ഇവിടെ തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്, പറഞ്ഞു ജയിക്കാൻ പറ്റൂല സർ. ത്യാഗഭരിതവും ഇതിഹാസ തുല്യവുമായ ചരിത്രമുള്ള ജനകീയ പ്രതിബദ്ധതയും വർഗ രാഷ്ട്രീയ ഉള്ളടക്കവും ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ഒരു ഒറ്റ ഉടമ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറിത്തീർന്നതിന്റെ ദുരന്ത ഫലമാണ് സാർ CPM ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. കുലംകുത്തികളായി മുദ്ര കുത്തപ്പെട്ടവരെ കേരള മണ്ണ് ജനാധിപത്യ വീറോടെ ജനകീയ നേതാക്കളായി ഉയർത്തിക്കാണിച്ചതിന്റെ ചിത്രമാണ് സാർ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞില്ല, ഇനി കുറേയുണ്ട്. മണ്ണ് തപ്പും. വടകരയും പയ്യന്നൂരും തളിപ്പറമ്പും അമ്പലപ്പുഴയുമെല്ലാം ഭാവി ഇടതു ബദൽ രാഷ്ട്രീയത്തിന് ദിശാസൂചകമായി വിളക്കുമാടങ്ങളായി ഇന്ന് കേരളത്തിന് മുന്നിൽ ജ്വലിച്ചു നിൽക്കുകയാണ് സാർ. എനിക്ക് വയ്യ വാര്യരെ, ഇനിയൊന്നും നേരിടാനുള്ള കരുത്തെനിക്കില്ല. തീർച്ചയായിട്ടും കേരളത്തിൽ സുശക്തമായ ഒരു ജനാധിപത്യ മതനിരപേക്ഷ ഐക്യമുന്നണി രൂപപ്പെടുന്നതിന്റെ വിളംബരം കൂടിയാണ് സാർ ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. വലിയ പ്രതീക്ഷകളുടെ കൂടെയാണ് സാർ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലുള്ള മനുഷ്യർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ നോക്കിക്കാണുന്നത്. ഇനി എന്റെ റൺവേ കയറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട. തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. വരട്ടടവേ. അധികാരമേറ്റ ഉടനെ അടിസ്ഥാന ജനവിഭാഗമായ സ്ത്രീകളുടെ ഉന്നമനത്തിന് മുൻഗണന നൽകിയ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് സാർ. സാർ, എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത് പ്ലീസ്.